ഹലോ, ഞാനിന്നുള്ളത് പറശ്ശിനിക്കടവ് റോഡിനാണ്. പറശ്ശിനിക്കടവ് പാലമാണ് ഈ കാണുന്നത്. വളരെ നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്ത പറശ്ശിനിക്കടവ് റോഡാണിത്. ചുറ്റും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇരുവശത്തുമുള്ള നല്ല വളരണം പുഴയാണ്. അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം, അതേപോലെ ഒരുപാട് ബോട്ടുകൾ, നല്ല വഴികളും കാര്യങ്ങളും തണൽ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു പ്രദേശം. അതുതന്നെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ പരിസര പ്രദേശം. ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഒരുപാട്. അതെനിക്ക് തോന്നുന്നത് 10, 20, 30ഓളം റിസോർട്ടുകൾ ഈ പരിസര പ്രദേശത്തായിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ എൻട്രി, അതായത് മുത്തപ്പൻ കാവിലേക്ക് പോകുന്ന എൻട്രി നല്ല 2-3 വളവ് കഴിഞ്ഞ് പോകുന്ന ഒരു റോഡായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു അനുഭൂതി നമ്മുടെ മനസ്സിൽ കിട്ടും. കാരണം ടേണിങ്ങും അങ്ങനത്തെ ഒരു ടേണിങ്ങാണ്, ചുരം കയറുന്നത് പോലെയാണ് ടേണിങ്ങും കാര്യങ്ങളൊക്കെ. പറശ്ശിനിക്കടവിൻ്റെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിനോട് അടുപ്പിച്ചിട്ട് തന്നെ ഒരുപാട് അവിടെയും റിസോർട്ടും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ലഭിക്കും, അത് വേറെ ലെവലാണ്. പിന്നെ അവിടെ ഹൗസ് ബോട്ട്, അതേപോലെ മറ്റ് ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്. ബോട്ട് സർവീസ് എനിക്ക് തോന്നുന്നു 40 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ കയറുന്ന വഴിയിൽ മുല്ലപ്പൂ ഉണ്ടാവും, പിന്നെ കുറച്ച് ഭിക്ഷാടനായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. അതേപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അതായത് കുട്ടികളുടെ ഷോപ്പ്, ഫാൻസി, അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉള്ള ഷോപ്പുകളുണ്ട്. ഏതായാലും വ്യത്യസ്ത അനുഭൂതി തന്നെയാണ് കണ്ണൂരല്ലാത്തവർക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഫീലിംഗ്. പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ട് സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 40 രൂപയാണ്